ആരോഗ്യമന്ത്രിയുടെ ഈഗോയാണ് ആശാ വർക്കർമാരുടെ സമരം നീണ്ടുപോകാൻ കാരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരിക്കുകയാണ്. ബക്കറ്റ് പിരിവ് നടത്തി 231 രൂപ മന്ത്രിക്ക് നൽകാം. ഒരു ദിവസം ഒരു ആനുകൂല്യവുമില്ലാതെ 231 രൂപയ്ക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റുമോ എന്നും, ഒരു മാസം 7000 രൂപ മാത്രം കൊടുക്കാം. മന്ത്രിയുടേതായ ഒരു ആനുകൂല്യവും കൈപ്പറ്റാതെ ഈ പണം കൊണ്ട് ജീവിച്ച് കാണിക്കാൻ പറ്റുമോ എന്നും അദ്ദേഹം ആരോഗ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. എന്തിനാണ് ഈ സിക്കിമിൽ തന്നെ മന്ത്രി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 നിങ്ങളാക്കി കൊടുക്കുമോ? 232 സഫീഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ശ്രീമതി വീണ ജോർജിനെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ പാട്ടവിറക്കികൾ എന്നൊക്കെയാണല്ലോ ഈ സമരക്കാരെയൊക്കെ വിളിക്കുന്നത്. ആ സമരക്കാരോടൊപ്പം ഞാനും ബക്കറ്റ് പിരിവ് നടത്തി ഒരു 232 രൂപ ശ്രീമതി വീണ ജോർജിന് കൊടുക്കുക. 232 രൂപ സമരസമിതിക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ബക്കറ്റ് പിരിവ് നടത്തി കൊടുക്കാം. ആ 232 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജ് ഒരു മാസം ഒന്ന് ജീവിച്ച് കാണിക്കാമോ? 7000 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജിന് ജീവിക്കാൻ കഴിയുമോ? 7000 രൂപ ഒരു മാസം കൊടുക്കുക. അതായത് ഒരു ദിവസം 232 രൂപ വെച്ച് ചിലവാക്കി ശ്രീമതി വീണ ജോർജ് ജീവിച്ച് കാണിക്കണം. ഏത്? ഈ മന്ത്രിയുടെ ആനുകൂല്യമൊന്നും പറ്റരുത്. ശ്രീമതി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഏതാണ്ട് 3000 രൂപയാണ് ശമ്പളം. ആനുകൂല്യങ്ങളെ പറ്റി ഞാൻ കിടക്കുന്നില്ല. ഒരു ദിവസം 3000 രൂപ ശമ്പളം. വാഹനത്തിന് പണച്ചെലവുണ്ടോ? യാത്ര ചെയ്യാൻ പണച്ചെലവുണ്ടോ? ഭക്ഷണത്തിന് പണച്ചെലവുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് പണച്ചെലവുണ്ടോ എന്ന ചോദിക്കുക MLA എന്ന നിലയിൽ എനിക്കും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ ഒരു നിയമസഭാ സാമാജിക നിലയിൽ എനിക്കും കിട്ടുന്നുണ്ട്. എന്നേക്കാൾ കൂടുതൽ ശ്രീമതി വീണ ജോർജിന് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് കൊണ്ട് 7000 രൂപ കൊണ്ട് നമുക്ക് വോട്ട് ചെയ്ത മനുഷ്യന്മാരെല്ലാം ജീവിച്ചോണം എന്ന് കൽപ്പന ഇറക്കുന്നത് അങ്ങേയറ്റം ഫ്യൂഡലിസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാദത്തിലൂടെയൊക്കെ ശ്രീമതി വീണ ജോർജ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കണം. 2, അവർക്ക് കിട്ടിയ കണക്ക് പുറത്തു വിടണം. അപ്പോൾ നമുക്കത് വീണ്ടും ചലഞ്ച് ചെയ്യാമല്ലോ. അവർക്ക് 6000 രൂപ വീതമാണ് സിക്കിം സർക്കാർ കൊടുക്കുന്നതെന്നുള്ള തെളിവ് അവർ പുറത്തു വിട്ടാൽ നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി. ഏത്? കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റ് തെറ്റിദ്ധരിപ്പിച്ചു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇനി 2, സിക്കിമിനെ പറ്റി മാത്രം സിക്കിമിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, സന്തോഷം. ആന്ധ്രയെ പറ്റി എന്താ മിണ്ടാത്തത്? ആന്ധ്രയിൽ 10000 ആക്കിയില്ലേ? ഈ അടുത്ത് കേരളത്തിൽ സമാനമായൊരു സമരം കർണാടകയിൽ നടന്നപ്പോൾ അവിടുത്തെ കർണാടക സർക്കാർ മുഖ്യമന്ത്രി സമരപ്പന്തലിൽ പോയി 10000 ആക്കിയില്ലേ? ഇനി ആന്ധ്രയിൽ മെറ്റേണിറ്റി ലീവ്, ശമ്പളത്തോടു കൂടിയ മെറ്റേണിറ്റി ലീവ് ആന്ധ്ര സർക്കാർ അനുവദിച്ചില്ലേ? പശ്ചിമ ബംഗാളിൽ ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം ആക്കിയില്ലേ? എന്താ ഇതിനെപ്പറ്റി ഒന്നും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മിണ്ടാത്തത്? അപ്പോൾ അതുകൊണ്ട് ഈ സാധു മനുഷ്യർ സമരപ്പന്തലിരിക്കുന്ന അവരെ അധിക്ഷേപിക്കുകയും അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാനും മാത്രം ഉള്ള ഈ ഫോൾസ് ഈഗോ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിടണം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഫോൾസ് ഈഗോയിൽ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.